നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചാണകം, മണ്ണും ചാണകവും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് കുഴച്ച് ഞങ്ങൾ ഇന്ന് അട ചൂടാൻ പോകും. ഇത് അട ചൂടാനുള്ള മാവാണ്. മാവ് നല്ലോണം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുകയാണ്. മണ്ണും മഞ്ഞപ്പൊടി ചാണകവും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിവിടെ ചെറിയൊരു പരിപാടിയുണ്ട്. അതായത് വീഡിയോയിൽ ഒരാൾ പറഞ്ഞു ഇവിടെ കുറേ ദിവസമായി ഇവിടെ കിടന്ന് മെഴുകാൻ തുടങ്ങി. അപ്പോൾ മെഴുകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത് നോക്കേണ്ട ഇതാണ് മെഴുകുന്നത്. അപ്പോൾ എനിക്ക് ഈ തറ എന്ത് ചെയ്യണം, ഒന്നും മെഴുകണം. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നിട്ട് അന്നൊക്കെ ചാണകം മെഴുകിയതാണ്. അങ്ങനെ എനിക്ക് ശീലമുണ്ടത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാനിത് കൈകൊണ്ടെത്തി എടുക്കുന്നത്. ഇത് തുണിയുണ്ട്, എനിക്ക് വെള്ളം തിരിങ്ങുന്ന വെള്ളം എടുത്ത് പോലെ മൂത്ത് വന്നതാണ്. കപ്പ വെള്ളം അങ്ങനെ ഒഴിച്ച് ശരിയാവും. ഞാനൊരു അടുപ്പത്ത് എന്ത് ചെയ്ത് മെഴുകി തുടങ്ങി. എന്ത് ഇനി ഇങ്ങനെ പഠിക്കണം. മെഴുകിയിട്ട് നമ്മൾ കൈകൊണ്ട് എന്ത് ചെയ്യണം, പഠിക്കുന്നത് ഫസ്റ്റ് കോട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഉണങ്ങിയ ശേഷം നമുക്ക് നല്ലോണം മെഴുകിയെടുക്കാം. അപ്പോൾ മണ്ണ് എന്ത് ചെയ്യണം, ഈ കുഴിയൊക്കെ എന്ത് ചെയ്യണം, നികന്ന് വരണം. അതിനാണ് മണ്ണ് എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടിയിരിക്കുന്നത്. അല്ല ഇവിടെയൊക്കെ കൂട്ടിയുണ്ട്, അത് നികന്ന് വരണം. അതൊക്കെ പൊളിഞ്ഞ് വരുമല്ലേ. ഞാൻ കട്ടിയിലെടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ മൂലയിലുള്ളതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യണം, അടിക്കുക. മൂല ഇങ്ങനെ അടച്ച് വരാം. എന്ത് ചെയ്യണം, ഇങ്ങനെ മെഴുകിയെടുക്കണം. കൈ മുട്ടുമ്പോൾ അവിടെ ആവും, പാട് വരും. അപ്പോൾ ഇതിനെ നീക്കം കിട്ടില്ല. അപ്പോൾ വേഗം എന്ത് ചെയ്യണം, ചെയ്ത് തീർക്കണം. ഇവിടെ ഒത്തിരി സമയം എനിക്ക് കുനിഞ്ഞിങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ പോലെ പെട്ടെന്ന് ഇത് മൊഴുകി തീർക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ ആര് തോപ്പിച്ചാലും തോപ്പില്ലെന്നുള്ളതും. നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഞാനതൊക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്. ഇത് പണ്ട് ഞാനിങ്ങനെ എഴുതുമ്പോൾ എനിക്ക് ഓർമ്മ വരണം. അതായത് അധികവും അമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ ജോലിയാണിത്. മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുക. ഒരു മാസം ചെയ്താൽ ഒരു മാസം വരെ ഉണ്ടാവും. നമ്മളിങ്ങനെ കപ്പും വെള്ളവും എടുത്തെടുത്ത് നമ്മൾ കൊണ്ടുപോകണം. അല്ലെങ്കിൽ സെറ്റ് ആവുമല്ലേ. അല്ലെങ്കിൽ അടുത്തടുത്ത് വെള്ളവും വേണം, ചാണകവും വേണം. പെട്ടെന്ന് വേണം ഇതെന്ത് ചെയ്യാൻ. ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും അമാവാസി വെളുത്ത വാവിനും കറുത്ത വാവിനും എല്ലാ വീടുകളിലും കടകളിലൊക്കെ എന്ത് ചെയ്യും, ഇപ്പോഴും ഈ ആചാരം എന്ത് ചെയ്യുന്നുണ്ട്. ഇത് നല്ലോണം ചൂട് വെയിലുണ്ടെങ്കിൽ നല്ല ഉണങ്ങി കിട്ടണം. തറ തേച്ച് പരിപാടി ചെയ്യും. വലിച്ചേ മതി. പിന്നെ അരികിൽ പോയില്ലെങ്കിൽ തേച്ചത് എന്ത് പുറത്തേക്കും. നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം എന്തിനാ കുളിക്കാൻ. കുളിച്ചിട്ടില്ല രാവിലെ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനും വിളക്കൊക്കെ വയ്ക്കാനും. ഇന്നലെ ചെയ്യേണ്ടതാണ്, പക്ഷെ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. അറിയാലോ, ഇത്രയും ദിവസം ഓട്ടമായിരുന്നു. അപ്പം
വീരപ്പനെ പോലെ ഒളിത്താവളങ്ങൾ എനിക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്. വീരപ്പനെ പോലെ ഒളിത്താവളങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, കൊണ്ടൊന്ന് എന്ത് ചെയ്യാം, ഒളിത്താവളമാണ്. ഇത് ബാക്കോട്ടൊക്കെ ഇങ്ങോട്ടാക്കി, ഇനി ഇങ്ങനെ വരും. അന്നൊക്കെ മെഴുകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചാണകവും നമ്മളും ചാണകം കഴിക്കും. അന്നത്തെ ദിവസം മെഴുകണ ദിവസം എന്ത് ചെയ്യാം, ചാണകം ആ തേപ്പിലാണ് കഴിയുന്നത്. ഇതിൻ്റെ മൂലയിലൊക്കെ ഇത്തിരി ഇല്ല, അതൊക്കെ കുതിരട്ട് ലാസ്റ്റ് അതായത് ശുദ്ധി. നമ്മൾ ഏറ്റവും കൂടുതൽ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചാണകം എന്ത് ചെയ്യുന്നത്. ഗോമൂത്രം ചാണകമൊക്കെ തന്നെ ഭയങ്കര പവർഫുള്ളാണ്. ഇതിപ്പോ ഞാൻ ഇതിനകത്ത് ഈ മഞ്ഞള് തേക്കുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചു. പക്ഷെ എനിക്ക് മനസ്സിലായെന്നറിയാം, മഞ്ഞൾ എന്ന് പറഞ്ഞാൽ പ്രാണികളൊക്കെ ചാവും. പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പോകാനാണ് ചാണകവും മഞ്ഞളും എന്ന് പറയുമ്പോൾ. പിന്നെ ഇവര് ആര്യവേപ്പ് കൂടെ കൂട്ടും, മിക്സ് ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാണെന്ന് വെച്ചാൽ ഇവർക്ക് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവരങ്ങനെ ചെയ്യുമ്പോൾ കടകളുടെ ഫ്രണ്ടിൽ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പോസിറ്റീവാണ്, നെഗറ്റീവ് ഒന്നും വരില്ല, എല്ലാം നല്ലതായിട്ട് നടക്കും അവർക്ക്. ഈ മഞ്ഞൾ ഉപയോഗിക്കണ അണുക്കള് ചാവാനും കൂടുതൽ നെഗറ്റീവുകളൊന്നും എന്ത് ചെയ്യാതിരിക്കാൻ വരാതിരിക്കാൻ. കൈ കൊണ്ട് തേക്കുന്നു പറഞ്ഞാൽ ഓട്ടയാടാണ്, ഓട്ടയുണ്ടല്ലോ ഇവിടെ. ഇത് പണ്ട് കാലങ്ങളില് എന്റെ ഗ്രാൻഡ് മദറൊക്കെ, ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഞാനൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനത്തെ മണ്ണിൽ തന്നെ ചവിട്ടിയാണ് വളർന്നത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പട്ടക്കത്തോട്ട് കയറിയതൊന്നും. അതുകൊണ്ടാണല്ലോ എനിക്ക് ഇതറിയാം. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ, എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പുണ്ടാവും. തണുപ്പല്ല, നമുക്കൊരു ഭയങ്കര പോസിറ്റീവാണ്, നമ്മളുടെ പഴയ നൊസ്റ്റാൾജിയാണ്. അതെ, പിന്നെ അതല്ല കപ്പയും കട്ടൻ ചായയൊക്കെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കും. കപ്പയും കട്ടൻ അതല്ല അന്നത്തെ കാലഘട്ടത്തിൽ. ഇതിപ്പോ ഫസ്റ്റ് കോട്ട്, ഇത് ഇനി വലിഞ്ഞിട്ട് ഇതിന്റെ പുറത്ത് സെക്കൻഡ് കോട്ട്. ഇന്നൊന്നും ചെയ്യില്ല, ഇനി ചെയ്ത് വരുമ്പോഴാണ് അങ്ങനെ ആകുള്ളൂ. ഇതിപ്പോ ഫസ്റ്റ് കോട്ട് ചെയ്യും. ഇത് സിമെന്റും കൂടെ അവർ ഇട്ടിട്ടുണ്ട്, അത് മനസ്സിലായി. മണ്ണിൽ മെഴുകിയതാണോ സിമെന്റ് ഒന്നും തിരിയാൻ പറ്റില്ല. ഓൾറെഡി മണ്ണിൽ മെഴുകിയിട്ടുണ്ട്, സിമെന്റ് ഉണ്ടല്ലേ. എൻ്റെ അമ്മ ഉണ്ടോ, ലെവലുണ്ടോ, ലെവല് ചെയ്തുണ്ടോ. ഈ വിചാരിച്ച് ഞാൻ വെറും ദേവലോകം പൂജ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരാളാണ്. എല്ലാ കോപ്പും അറിയാം, എന്നതിൻ്റെ അവസരം വരുമ്പോൾ എന്ത് ചെയ്യും, ദേവലോകം പൂജയല്ല. എല്ലാവരും പറഞ്ഞല്ലേ അവൾ അതിക്കിടന്നങ്ങ് മെഴുകുകയാണ്. മെഴുകുന്നു ഇപ്പം ശരിക്കും മെഴുകില്ലേ. ഇതെൻ്റെ ഒളിത്താവളമാണ്, ഒളിത്താവളം. എൻ്റെ ഒരു അതായത് യാത്ര കഴിക്കുന്ന എൻ്റെ മുറിയാണിത്. ഒരു മുറിയാണ് ഓടിട്ട്, ഒരു മുറി ഓടാണ് കംപ്ലീറ്റ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ അതെ വെള്ളം എടുത്ത് മാറ്റിക്കാമോ. ഇനി ഇത്രയും ഇടയങ്ങളും ഉണ്ട്, പകുതി ആയതേ ഉള്ളൂ. വെള്ളം അവിടെ മാറ്റാം, നല്ല ഭംഗിയാണ്. ഇത് ചെയ്യട്ടെ. ഒരു കപ്പ് ഓടിക്കണം എത്ര രൂപ കൊടുക്കണം എനിക്കല്ലേ. ഞാനിത് വിലകൊന്നും ഇല്ലാത്തോണ്ട് ഇത് എടുത്തതാണ്. മൊത്തം ചാണകം. പിന്നെ അങ്ങനെ നിലത്തിരുന്ന് വർഷങ്ങൾക്ക് ശേഷം അല്ലേ? എത്ര വർഷം ഏകദേശം? എന്നുവെച്ചാ മുട്ട് വയ്യാത്തല്ലേ. എന്നാലും ഏകദേശം എത്ര വർഷം? 10-40 വർഷമായി. 40 വർഷം? എന്റെ ചെറുപ്പത്തിലല്ലേ ചെയ്തിരിക്കുന്നത്. കണ്ടു പഠിച്ചു, പിന്നെ സ്വയം ചെയ്യാൻ തുടങ്ങി. നല്ല നല്ല രീതിയല്ലേ. ഇനി ഇത്രയും കൂടെ കൈ കൊണ്ട് എന്ത് ചെയ്യണം, പഠിച്ചു പോകണം.
പണിയുണ്ട് ഗൈസ്. ഭയങ്കര നാറ്റം ഇതിന്. ഇനി ഞാൻ എത്ര കഴുകിയാലും എൻ്റെ നാറ്റം കിട്ടില്ല, ചാണകം കയ്യിൽ നിന്ന് പോകും. അസുഖങ്ങൾ വരില്ല. പിന്നെ ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് വല്ല മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചാണകം പറ്റിയാവും, സെപ്റ്റിക് ആവും. പണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പൂജാ റൂമും മെഴുകിയിട്ട് എൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു, എനിക്ക് സെപ്റ്റിക്കായി. അയ്യോ എത്ര നാളെടുത്തെന്നറിയാം ഞാൻ ആ കാലം കൊണ്ട്. സെപ്റ്റിക് ചാണകത്തിൻ്റെ അത് അത്രയും മുറിവിലൊക്കെ പറ്റിയ പെട്ടെന്ന് എന്ത് ചെയ്യും, പഴുക്കും. ആ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു ശബ്ദം കണ്ട, അതാണ് അതിന്റെ ശാന്തി. ചാണകം, വിത്ത്, മഞ്ഞപ്പൊടി, മണ്ണ് സാധാരണ മണ്ണല്ല ഇത്തിരി പശ കൂടിയ മണ്ണാണ്. കൃഷി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന മണ്ണാണ് സാധാരണ. ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പശ കൂടിയതാണ്, അതാകുമ്പോ സെറ്റ് ആവാൻ പറ്റുന്നുണ്ട്. സെറ്റാണല്ല. അതായത് പണ്ട് കാലത്ത് നെല്ല് കളങ്ങളൊക്കെ നെല്ല് കൊണ്ടുവന്നിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടിയാണ് എന്തിനാ മെഴുകിയിടുക. വെള്ളം കൈക്കാണ് മിനുസം അല്ലേ? കൈ കൊണ്ടാണ് മിനുസം കൊടുക്കണം. കയ്യിലിങ്ങനെ പഠിച്ചിങ്ങനെ പോകണം. കൈയുടെ പാടുണ്ട്. കാരണം ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ലൈഫ് എടുക്കുന്ന ഒരു ഭാര്യയാണ് എൻ്റെ. ഒരുപാട് ഞാനൊന്നുമില്ല ശരിക്കും അവളുടെ മുന്നിൽ. കാരണം ഒരുപാട് എഫേർട്ട് പുള്ളിക്കാരത്തിൽ. ട്രെയിനിങ് ഒരുപാട് എടുത്താലും തോക്കൂല. ചങ്കൂറ്റത്തോടെ എന്ത് നേരിടും. എന്ത് വന്നാലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ എൻ്റെ വൈഫിന് കഴിവുണ്ടെന്ന് ഞാൻ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് ഇന്നിപ്പോൾ പൂർണ്ണമായി. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. രാവിലെ ആളെങ്ങാട് പോയി അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ പശുക്കളൊക്കെ ഉള്ള സ്ഥലം, അവർ കൃഷിയൊക്കെ ഉള്ളതാണ്. അപ്പം തുണി കഴിക്കാതെ തന്നെ ഞാനപ്പോൾ വണ്ടി ബൈക്ക് കഴുകണായിരുന്നു. അപ്പോഴാണ് പുള്ളിക്കാരത്തി ഒരുപാട് പ്രതിസന്ധി. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇട്ട് കളഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞ് ആ പ്രതിസന്ധികളൊക്കെ ഭയങ്കര സ്ട്രെയിനിങ്. എത്രത്തോളം ടെൻഷൻ വർക്കൗട്ട് വന്നാലും ശരി അവളത് കൂളായിട്ട് ക്ലിയർ ചെയ്ത് ഇതേപോലെ ചാണാൻ മെഴുകണ പോലെ അങ്ങാട് മെഴുകി തീർത്ത് കളയും. അതെനിക്ക് മനസ്സിലായി. ഇന്ന് രാവിലെ ആൾ പോയി ചാണാനൊക്കെ എടുത്തിട്ടും വന്ന് ഞാനപ്പോൾ വണ്ടി കഴുകണമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഡ്രസ്സ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് പോന്നപ്പോഴാണ് ചാണാൻ എടുക്കണം. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും നടാനായിരിക്കും എന്നുള്ള വിചാരിച്ചത്. പക്ഷെ പുള്ളിക്കാരത്തി ഇതിനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആയുർവേദത്തിൻ്റെ നമുക്ക് നടുവേദന, ശരീരം വേദന, നമുക്ക് എന്തെങ്കിലും പെയിനുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാണകം മെഴുകയിൽ കിടക്കണം. പക്ഷെ പുല്ല് പായയിൽ ഇട്ടിട്ട് വേണം ചാണകം മെഴുകയിൽ കിടക്കാനെന്നാണ് ശാസ്ത്രം. പുല്ലെന്ന് പറഞ്ഞാൽ ഇത് പുല്ലാണത്, കൈതപ്പുല്ല, കൈതോലപ്പുല്ല്, അതന്നെ തഴപ്പ. അതന്നെ അത് ഈ പാലക്കാട് റേഞ്ചിൽ കിട്ടും. പിന്നെ നമ്മുടെ
തമിഴ്നാട് റേഞ്ച് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പിടിക്കാതെ ഇങ്ങനെ വരുമ്പോ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് അതിനിങ്ങനെ എന്തെങ്കിലും മയപ്പെടുത്തി സെറ്റാണ്. ചില ആളുകൾ എന്തെങ്കിലും മയപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ മണ്ണിന് കുടിക്കാത്ത നമ്മളിനെ എടുക്കണം. പിന്നെ വേറൊരു വീഡിയോ ഞാൻ ഇതിൽ പറയാം. അത് ഞാൻ എന്താ പറയാ, അതെ ഒരു വീഡിയോ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇവക്ക് തെറി പറയാനായിട്ടൊരു സ്പേസാണ്. ഞാൻ പറയട്ടെ, ദേവലോകം ചാനൽ എൻ്റെ പ്രോപ്പർട്ടിയാണ്, എൻ്റെ ചാനലാണ്, എല്ലാം എൻ്റെയാണ്, അത് എൻ്റെ സ്പേസ് തന്നെയാണ്. പക്ഷേ ഞാൻ ഇവനെ കണ്ടുപിടിച്ചു. ഇവൻ്റെ ID വന്ന്, ഇവൻ്റെ IDൻ്റെ പേരെന്താ, ആ പെൺകുട്ടിയുടെ പേരെന്താ, ഷിനു അല്ല, തൂലിക എന്ന് പറയുന്ന ഒരു ID ആണ്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഞാൻ പിന്നെ വീഡിയോ ചെയ്യാം, എന്നാൽ കുറച്ച് ഞാൻ പറയാം. തൂലിക എന്ന് പറയുന്ന ഒരു ചാനലാണ്, ബന്ധിക്കോസുകാരുടെ ചാനലാണ്. അപ്പോൾ ഈ ID ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി മരണപ്പെട്ടു പോയൊരു പെൺകുട്ടിയാണ്. അത് ഗൾഫിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ്. ഗൾഫിൽ, അതായത് ജീവിത പ്രാരാബ്ദം കൊണ്ട് ഗൾഫിൽ ജോലിക്ക് പോയിട്ട് അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. 2 പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടിയുടെ ID ആണിത്. ഇത് വന്ന് എഴുതിയതാരാന്നറിയാമോ? ഞാനിത് ഈ ID എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഈ IDയിലൊരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഈ പെണ്ണിൻ്റെ ഫോട്ടോയും ഉണ്ട്, ഈ പെണ്ണിൻ്റെ ID ആണിത്. ഇത് ചെയ്തിരിക്കുന്ന ആരാന്നറിയോ? ഇവളെ ഭർത്താവാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ ID കണ്ടുപിടിച്ച്, തൂലിക എന്ന് പറഞ്ഞിട്ടാണ് IDയിൽ നമ്പർ കണ്ടുകൊണ്ട് ഞാൻ വിളിച്ചപ്പം കൊട്ടാരക്കരക്കാരൻ ഒരു പാസ്റ്ററാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തു. അയാളുടെ വേറെ 1-2 നമ്പറുണ്ട് ഗൾഫിൽ. ഷാമുവൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത് തൂലിക എന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ തൂലികയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ അതായത് ഈ പെന്തക്കോസ്തുകാരിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്ത് തൂലികയിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ പെൺകുട്ടി മരിച്ചുപോയ പെൺകുട്ടിയുടെ ID എടുത്ത് ഈ ഭർത്താവാണ് കമൻ്റ് എഴുതിക്കുക. അങ്ങനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പാസ്റ്ററിനോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു, ജേക്കബിൻ്റെ വിഷയങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ മാന്യമായിട്ടൊരു പാസ്റ്ററാണ് കേട്ടോ. അയാൾ പാസ്റ്ററല്ല, അയാൾ ജോലി ചെയ്ത് ഒരു ബന്ധിക്കോസുകാരനാണ്. ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല കാര്യങ്ങൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നാണ് അയാൾ എന്നോട് പറഞ്ഞു. എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ ഒരു IDയിൽ നിന്ന് ആണ് ഞാനിത്, എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാൻ ആദ്യം ചന്ദനത്തിരി കത്തിച്ച വിഷയങ്ങളൊക്കെ പാസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ചന്ദനത്തിരി കത്തിക്കുന്നതിന് എന്താ കുഴപ്പം, ഇനി അഥവാ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യണമായിരുന്നു, നമുക്ക് വീട് തരാതായിരുന്നു, തരാതിരിക്കണേ, വീട് തരാൻ പറ്റില്ല എന്ന് പറയണത്. ഇവൻ അത് പറയാതെ ഇവൻ എന്ത് ചെയ്തു, നമുക്ക് ഇവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, വീട് തന്നിട്ട്, ഹിന്ദുക്കളായിരിക്കുന്ന നമുക്ക് വീട് തന്നിട്ട് നമ്മളെ സുവിശേഷീകരണം അടിച്ചേൽപ്പിക്കാനായിരുന്നു ഇവൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇവൻ എന്ത് ചെയ്യാന്ന് വീട് തന്നത് നമുക്ക്. പിന്നെ തന്നുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുക, പതിയെ അടുത്തുകൂടി സുവിശേഷീകരണം നടത്താം എന്നുള്ള ഉദ്ദേശമാണ് ഇവൻ്റെത്. പൈസ ഉദ്ദേശമുണ്ട്. അപ്പോൾ പാസ്റ്ററോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു എന്താ പറയുക, മാന്യമായിട്ടല്ല മനുഷ്യൻ എന്നോട് സംസാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ, ഇവന് പറയായിരുന്നു 2 മാസം മുമ്പേ നമ്മളോട് നല്ല രീതിയിൽ പറയാൻ, നിങ്ങൾ വീട് ഒഴിഞ്ഞു തരണം എന്ന് മാന്യമായിട്ട് വിളിച്ച് നിർത്തി സംസാരിക്കും. പക്ഷെ അവൻ മാന്യത കാണിക്കാതെ എന്ത് ചെയ്തത്, ഗുണ്ടായുസമാണ് കാണിച്ചത്. അവിടെയുള്ള കത്തോലിക്കരെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചന്ദനത്തിരിയുടെ പേരും പറഞ്ഞ് മെല്ലെ വഴക്കിടാൻ തുടങ്ങി വന്നാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഏകദേശം വന്ന് 16,000 സംതിങ് വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ 16,000 സംതിങ് കഴിഞ്ഞു. നല്ലോണം വീഡിയോ ഓടിയിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. അവൻ്റെ ഭാര്യയ്ക്ക് ഉണ്ട് പങ്ക്. അവന്റെ ഭാര്യയ്ക്ക് നല്ല പങ്കുണ്ട്. പൂച്ചക്കുട്ടിയെ ഞാൻ പിന്നെ പിടിച്ചോളാം. എന്താണെന്നറിയോ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ID കണ്ടുപിടിച്ചപ്പോൾ മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ഫോണ് എന്ന് പറയുമ്പോൾ, ഒരു ഭാര്യ മരിക്കുമ്പോൾ എന്തുമാത്രം സങ്കടം ഉണ്ടാവും. അത് ഗൾഫിൽ കിടന്ന് മരിച്ച് വന്ന് അതിൻ്റെ അടക്കം ഏകദേശം 3-4 മാസം ആയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇവൻ ഈ ചൊറിയും കുത്തി ഇരുന്നിട്ട് വന്ന് എൻ്റെ ചാനലിൽ വന്നിട്ട് ഈ കമൻ്റ് ഇടുന്നത്. എന്ത് യോഗ്യത ഉണ്ടടാ, സ്വന്തം ഭാര്യ മരിച്ചിട്ട് ആ ഫോണ് നല്ല രീതിയിൽ സേഫ്റ്റി ചെയ്യാതെ വന്നിട്ട് ആ ID തന്നെ വെച്ചിട്ട് നീ ദുരുപയോഗം ചെയ്യുമ്പോൾ, നിൻ്റെ ഭാര്യനെ നീ ദുരുപയോഗത്തിനല്ല ഗൾഫിൽ വിട്ടത്. നിനക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ദൈവം അവളെ അവിടെ വെച്ച് തീർത്തു. ഇതൊക്കെ ഇരുന്നിട്ട് നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ തെറി പറയൂ, ഞാൻ എന്ത് ചെയ്യുകയോ ചെയ്യുന്നത്, അതിനെ ചോദ്യം ചെയ്യാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട്? ഞാനിപ്പോഴും അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോഴും വന്ന് ഈ അന്യ നാട്ടിൽ വന്ന് ഈ ചാണകം മെഴുകിയിരിക്കുകയാണ്. എനിക്ക് കിടക്കാനും ഇരിക്കാനുമാണ് ഞാൻ ഈ ചെയ്യണത്. അപ്പം നീ എന്നെ ഒന്നും മനസ്സിലാക്കാത്തത്.
എൻ്റെ ചാനൽ കാണുന്നവർക്കെല്ലാം എന്നെ അറിയാം. ഞാൻ എത്ര ഇത്രയും പ്രതിസന്ധികൾ അനുഭവിച്ച് അനവധി ദിവസം ഞാൻ ഉറങ്ങിയിട്ട്, അനവധി ദിവസങ്ങളായി ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്, ഒന്ന് നല്ലോണം കുളിക്കാനും ഒന്ന് ശാന്തത എടുത്തിട്ട് അനവധി ദിവസങ്ങളായി. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം കുളിച്ചിട്ട് ഇത് ഉണങ്ങിയിട്ട് വേണം നമുക്ക് കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. അപ്പം ഞാൻ ഈ മെഴുകുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തരില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ. ഞാൻ എൻ്റെ ഓരോ പ്രതിസന്ധിയിലും ആരെയും കൂട്ടുപിടിക്കാനോ ആരോട്, ഇപ്പം സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഞാനിത് വന്ന് പറയുന്നു. ഞാൻ കഷ്ടപ്പെട്ട സമയത്തൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. അനവധി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ആഹാരം ഇല്ലാണ്ടും എല്ലാം ഇതിൻ്റെ ഡബിൾ മടങ്ങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് അനുഭവിച്ചപ്പോഴും സ്ട്രെങ്തായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ. ഞാൻ നല്ല സ്ട്രോങ്ങും എന്തൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനകത്ത് തെറി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 2 തെറി പറയുമ്പോഴാണ് ഞാനൊന്ന് ഓണാവുന്നത്. അത്രയും സങ്കടത്തിൽ ആ തെറി പറഞ്ഞ് നമ്മൾ പിടിച്ചു നിൽക്കും എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോങ് ആകാണ്. തെറി എന്ന് പറയുന്ന ഒരു ഭാഷ ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് തെറ്റാണെന്നും പറഞ്ഞിട്ട് ഈ ഭാഷ ഉപയോഗിക്കാത്ത ആരെങ്കിലും എല്ലാവരും ഉപയോഗിക്കും. എല്ലാവരുടെ വായിന്ന് ഈ സംഭവം വീഴും. പക്ഷെ ഞാനത് പബ്ലിക്കിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സഹികെട്ട് എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക പല സ്ഥലത്തും വിട്ട്, എന്നിട്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. ഇന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. വന്ന് മണ്ണെടുത്തോണ്ട് വന്ന് ചാണകം ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് മെഴുകി കണ്ടോ നല്ല മിനുസപ്പെടുത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. ആ തറ ഞാൻ അത്രയും നല്ല രീതിയിൽ മിനുസപ്പെടുത്തി എടുത്ത് ഇതാണ് ഞാൻ. അല്ലാതെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ പരിഹരിക്കണം, അവിടെ നിങ്ങളാരും ഒന്നും പരിഹരിക്കത്തില്ല. ഞാൻ എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും വയ്യാഴി വന്നാലും എനിക്ക് എന്തെങ്കിലും അവസ്ഥ വന്നാലും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്രതികരിച്ചേ പറ്റൂ. അതിനിടയിൽ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്, തൂലിക എന്ന് പറയുന്ന ചത്തുപോയ ഒരു പെണ്ണിൻ്റെ തൂലിക എന്ന് പറയുന്ന ചാനലിൽ വീഡിയോ എടുത്തിട്ടിട്ട് ആ ഐഡിയിൽ നിന്നാണ്, ചത്തുപോയ ഒരു പെണ്ണിൻ്റെ ഐഡി എടുത്തിട്ടാണ് ഈ മരിച്ചുപോയ ഭർത്താവ് എന്തെന്ന് എനിക്ക് മരിച്ചുപോയ പെണ്ണിൻ്റെ ഭർത്താവ് വന്നിട്ട് ഈ കമന്റ് എഴുതും. അവൻ എത്ര നികൃഷ്ട ജീവിയാണെന്ന് അവൻ എത്ര നികൃഷ്ടനാണെന്ന് ആലോചിച്ചു. അല്ല, അപ്പൊ അവൻ സ്വന്തം ഭാര്യനെ ഗൾഫിൽ ഗൾഫിലിട്ടിരിക്കുന്നത് എന്തിന്? അവന് നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ടാ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അന്തസ്സുണ്ട് ജീവിക്കാൻ. അന്തസ്സോടെ തന്നെ കണ്ട ചാണകം മെഴുകിയ തറയിലാണ് കിടന്നുറങ്ങണം. നല്ല അന്തസ്സോടെ ജോലി ചെയ്ത് മനസ്സിലായ. അതല്ലാതെ ഞങ്ങള് ആരെയും പൈസ കട്ടോ പിടിച്ചോറിച്ചിട്ടോ മാല മുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ നടന്നല്ല ജീവിക്കണം. അന്തസ്സോടെ ജോലി ചെയ്ത് ട്രാവലിംഗ് ചെയ്ത് ഞങ്ങളെ സമാധാനമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളാരെയും പറ്റിക്കാനില്ല മനസ്സിലായ. കാശും മേടിച്ചെടുത്ത് അഡ്വാൻസും മേടിച്ചെടുത്ത് വാടകയും മേടിച്ചെടുത്തിട്ട് കന്നത്തിലുള്ള അതെ ഞങ്ങളുടെ വീട് വാടക വീട് പൂട്ടി വെച്ചേക്കണം. അവൻ വെറും നാറിയല്ലേ, പരനാറിയാണ് അവൻ മനസ്സിലായി. അവന്റെ ഭാര്യ ഇതൊക്കെ എല്ലാ സമയമുണ്ട്, ടൈം വരും. അപ്പോഴാണ് എന്താ പറഞ്ഞറിയോ, പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്താ പറഞ്ഞറിയോ, അവൻ കുറച്ച് കയറി ഇറങ്ങിട്ട് അയാൾക്ക് വിവരമുണ്ട്. ഇവനെ പോലെ പൊട്ടനല്ലേ, ഇടങ്ങേറാകും. എല്ലാം കഴിഞ്ഞ് വന്നപ്പോ എന്തായാലും കണ്ടില്ല. എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചാണകം തുടങ്ങാൻ പോണേ അല്ലേ, ഇതൊന്നും അല്ല. ലാസ്റ്റ് ഫിനിഷായി. അതിൻ്റെ കയറുന്ന പടി ഭാഗം ഫ്രഷായി.
ഒരു മിനിറ്റ്. മുതുകത്ത് പിടിക്കില്ല കണ്ണാണ്. റിയൽ ആയുർവേദിക്കാണ്. ഒരസുഖങ്ങൾ പോലെ ചവിട്ടിൻ്റെ ഭാഗം. അതിലേക്ക് വേണ്ടായിരുന്നു. ഗ്രാമീണ ലൈഫാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലേ ചേക്ക്? വില്ലേജ് ലൈഫ്. മാറി. അപ്പൊ എല്ലാവർക്കും കണ്ടോ എൻ്റെ കൊലം കണ്ടു. നോക്ക് പറ, ഇങ്ങോട്ട് നോക്ക്. ഇനി എനിക്ക് കൈയും കാലൊക്കെ കഴുകി കുളിച്ച് അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങുകയും ചെയ്യും. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ ഇട്ട്. പിന്നെ ഇവിടെ ആരും ചന്ദനത്തിരി കത്തിക്കണം. ഇവിടെയൊക്കെ ചന്ദനത്തിരിയുടെ കേന്ദ്രമാണ്. ചന്ദനത്തിരി മാത്രമല്ല, ഇവിടെ ചന്ദനത്തിരി കത്തിക്കല്ലേന്ന് പറഞ്ഞ് വന്ന വെട്ടി കൊന്നാണ് ഇവിടുത്തെ ആൾക്കാർ. അതായത് ഇവിടെ ചന്ദനത്തിരി മാത്രമല്ല, അതിലും കൂടിയ ഐറ്റംസ്. അവന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ കാണിച്ചു തരാനാണ്. എല്ലാം കൂടെ ഇവിടങ്ങളിലൊന്നും അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല. ശാന്തിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതം ഇല്ല ഇവിടെ. ഭയങ്കര ആഘോഷമാണ്. ജാതി മതം ഇല്ല. അമാവാസി, അതായത് കറുത്തവാവും വെളുത്തവാവുമാണ് ഇവിടെ ഭയങ്കര ആഘോഷം. മറിക്ക്. ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ണനോട് പറഞ്ഞാന്നില്ലേ? അതിന്റെ ഒരു ഭാഗം അല്ലേ? കണ്ട് വളർന്നതുകൊണ്ട് ചെറുതിലെ മുതല് ചക്കൂന പഠിപ്പിച്ചാണ് ഒന്നാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ സ്കൂള് വിട്ട് വരുമ്പോ 5 കിലോ അരി, റേഷൻ കടയിൽ അരി എൻ്റെ തലയിലുണ്ടാവും. അത് എത്ര സ്ഥലത്ത് വെച്ചിട്ടാണെന്നറിയാമോ? ഞാൻ വീട്ടിലെത്തുക അന്നേരം നമ്മളിത് കൊണ്ടുപോകും. ശീലിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് നല്ലോണം ചാണകത്തിൽ ഫേഷ്യലും ചെയ്ത് ചാണകത്തിൽ കുളിച്ചാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തോ ഒരു പോസിറ്റീവ് കേട്ടോ ഈ ചാണകം ഇങ്ങനെ തൊട്ടപ്പോൾ. എന്തോ ഒരു പോസിറ്റീവായി. ഇനി ഇവിടെ സ്റ്റെപ്പൂടെ കഴിയണം, വെള്ളം എടുക്കണം, ബാക്കിയൊക്കെ വൃത്തിയാക്കണം. ഇത് കളയാനുള്ളതോ? ഇവിടെ ഇടണോ? വേണോ? ചാണകം തീർന്നോ? ഇത്രയേ ഉള്ളേ. ഞാൻ ഇവിടെ വെച്ച് കഴുകുമ്പോൾ ഇത് പോകണോ? പോണത് പോയിക്കോട്ടെ, നമ്മൾ ഇരിക്കണ സ്ഥലമല്ലേ. വെറുതെ ജസ്റ്റ് ഒരു അത്രയും മതി. വെച്ചോ, ഇങ്ങനെ വെച്ചോ, ഫുള്ള് വെച്ചോ. വേണോ? അത് സാരമില്ല, മതി. ഇനി എനിക്ക് വേണ്ട, ഈ മടുത്ത് വെറുപ്പായി. അയ്യ ഒന്നും പറയുന്നത് ഇവിടെയും കൂടെ വെക്കാം. ഇരിക്കണല്ലേ എല്ലാവരും. പ്രകൃതിദത്തമായ ലൈഫ്. ശരി, എനിക്കിതിൽ തൊടാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ല. ഇൻട്രസ്റ്റ് ഏത് ഉദ്യോഗസ്ഥനും നരേന്ദ്രമോദി വരെ എന്ത് ചെയ്യും? അതൊക്കെ വരെ പശു ചാണകം ഏത് ഉദ്യോഗസ്ഥനും. ചാണകം നല്ലതാണ്. പണ്ടൊക്കെ എളുപ്പം ചാണകം വരാൻ പറയുമ്പോൾ ഭയങ്കര മടിയാണ്. അപ്പൊ എന്റെ തള്ള പറയണത് ചാണകം ഏത് ഉദ്യോഗസ്ഥനും എന്ത് ചെയ്യും? അങ്ങനെ പറയാം. അങ്ങനെ അറപ്പില്ലാണ്ട് എന്ത് ചെയ്ത് ആദ്യമൊക്കെ നമുക്ക് ഇത് തൊടാനൊക്കെ ഭയങ്കര അറപ്പായിരിക്കും ചാണകം പോയിക്കൊണ്ട്. നമ്മൾ ചെയ്തോളാണ്. ഇതിപ്പോ ഞാൻ ഇരിക്കുന്ന ഒരു സ്പേസാണ് കണ്ട. അതിൻ്റെ കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാം. ആ സ്റ്റെപ്പിലേക്ക് ഇട്ടോ. വേണ്ട പോകണ്ട. എന്നാ താഴത്തേക്ക് ഇട്ടോ. ഞാൻ ചെയ്യാം. താഴത്തേക്ക് ഇട്ടോ. പതിയെ ഇട്ടോ. ബാക്കി ഞാൻ ചെയ്യാം. തുണിയുണ്ടല്ലോ? ഇല്ല.
ഇരിക്കുന്ന ഒരു സ്പേസ് എൻ്റെ ഒരു പോയിക്കോട്ടെ. ഓക്കെ. വെള്ളം പറഞ്ഞിട്ടാണ് അവിടെ ഞാൻ കഴുകി കളയാന്ന് വിചാരിച്ചത്. അതെന്തോന്നു ഇപ്പൊ ഭംഗിയായത് മതി. ഇത്തിരി വെള്ളം നല്ല കൊണ്ടുപോകണം. അവിടെ കഴുകണം. ഒഴിച്ചോ, അങ്ങോട്ട് ഒഴിച്ചു. ഇതുകൊണ്ട് ഇനി കണ്ണ എന്ത് വേണം ചെയ്യും. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചേക്ക്. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ചാണാൻ ദിവസത്തിലേക്ക് സ്വാഗതം.